നമസ്കാരം. അടൂരിലെ ജീവമാതാ കാരുണ്യ ഭവനെ കുറിച്ചുള്ള ചില അപവാദങ്ങൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ തന്നെ മുൻ വാർഡനായിരുന്ന സന്ധ്യ എന്നൊരു സ്ത്രീ കുറച്ച് ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, ഈ ജീ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന 2009 മറ്റോ തുടങ്ങിയതാണ്. ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇത് തുടങ്ങിയത് ഒരു സ്ഥാപനമാണ്. കുട്ടികൾക്കും അതായത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വേണ്ടി ചെയ്ത ഒരു സ്ഥാപനമാണിത്, ഈ ജീവമാത കാരുണ്യ ഭവൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ തന്നെ ആ, അവിടുത്തെ ഒരു വാർഡനായിരുന്ന ഈ സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ ചില ഈ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നാണ് ഈ പിന്നെ ഉദയഗിരിജ എന്ന് പറഞ്ഞ അവിടുത്തെ ഡയറക്ടറായിരുന്ന ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞവർ പറഞ്ഞത്. ഇപ്പോൾ അതിന് ചില വിശദീകരണങ്ങളൊക്കെ ആയിട്ട് ചില വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലെ അതിന്റെ ഒരു വീഡിയോ, അതായത് അനാമിക വിഷ്ണു, അവിടുത്തെ എല്ലാവർക്കും അറിയാം. ഇന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാണാത്തവര് ഈ മുകളിൽ പോയ ലിങ്ക് കൊടുത്തേക്കാം, അത് കാണുക. കാര്യം അവിടുത്തെ ഈ അനാമികയെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ച ഒരു അന്താവാസി ഒരു അമ്മയുടെ സന്മനസ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കല്യാണ സമയത്ത് ഇതിനെ കുറിച്ച് ഭയങ്കര ന്യൂസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉണ്ടായ ഒരു വിവാദം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവര് ഇപ്പോൾ ഇതിന് ചില ക്ലാരിഫിക്കേഷനുമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ശരി, അവര് ഈ സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ മനഃപൂർവ്വം ചില വീഡിയോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇവരുടെ ശ്രദ്ധയിൽ വരിക, അവിടെ ഇവരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ആണ് ഇതിനെല്ലാം കാരണം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും ഈ 2 മാസം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറയാം. നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിനു ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഫയൽ ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ ഇതേപോലെ വീഡിയോ ഇടാൻ കരുതി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരും ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റയിൽ യൂട്യൂബിൽ എത്തിയിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് എല്ലാവരും ഇടയ്ക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഈ ഉദയഗിരിജ എന്ന ഈ സ്ത്രീ ഈ പിന്നെ മകനും മരുമകളും ഒക്കെ കൂടെ ചേർന്നിട്ട് പുതിയ ഒരു കല്യാണം കഴിപ്പിച്ചു. ഇപ്പൊ അതിൽ ചിലർക്ക് ചില കൊണ്ടിട്ട് പല കമന്റുകളും ഇവരെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു. അതിനേക്കാൾ ഉപരി ഈ അനാമികയുടെ കല്യാണം കഴിഞ്ഞിട്ട് 7.5 മാസമായിട്ടുള്ളൂ ഇപ്പോഴത്തേക്ക് പ്രസവിച്ചു. അത് നാട്ടുകാർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ചില ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കും അതൊരു വലിയ ആഘോഷമായിക്കപ്പോഴും നമ്മൾ അതിനൊന്നും അങ്ങനെ കണ്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു അനാഥ കുട്ടിയെ എന്തു ആയിക്കോട്ടെ, അവർ തമ്മിൽ ഇനി അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ കല്യാണത്തിന് മുമ്പ് ഗർഭമായെന്ന് പറഞ്ഞാലും ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ആളാണ് വിഷ്ണു. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ തയ്യാറായ ഒരു സ്ത്രീയാണ് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീയെ. അപ്പൊ ആ ഒരു വിഷയത്തില് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിൽ നിന്ന് ശ്രദ്ധ ഇതിലേക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമായിരുന്നു. ഇതൊന്നും വിട്ടു പോയല്ലോ, ഞാൻ എന്തെങ്കിലും മറന്നു പോയാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ 30 ദിവസം, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അതിന്റെ സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. എന്തായാലും ശരി, ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തും, അതിന്റെ മറവിലെ പണാപഹരണമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ അന്തേവാസികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു, അവിടെ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയതാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അവിടുത്തെ അന്തേവാസികളെ കൊണ്ട് ഈ ചിൽഡ്രൻസ് ഹോമും അന്തേവാസികളുടെ ഈ പ്രായമുള്ളവരും തമ്മിൽ സെപ്പറേഷൻ ഇവിടെ ഒരു കോമ്പൗണ്ടാണ്. പക്ഷെ ഇവര് ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പോലും അനുവാദമില്ലെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. എന്തായാലും ശരി, അവരെ കൊണ്ട് മനഃപൂർവ്വം നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാ പറഞ്ഞ കാര്യം. ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടത്തില്ല, ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യിക്കുന്നു, അത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉള്ള നമ്മുടെ ആൾക്കാർ ഒരു കാര്യം നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ എപ്പോഴും വിമർശനങ്ങളുമായി നേരിടുന്ന ഒരു പ്രവണത കേരളക്കാർക്ക് എവിടെ നോക്കിയാലും ഉണ്ട്. നമുക്കറിയാം, പല കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പലരുടെയും അവസ്ഥകൾ ഇന്ന് ഇതേ രീതിയിലാണ്. പല കേസുകെട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ശരി, ഇവരിപ്പോൾ നിയമപരമായി ഇത് നേരിടും. അവരുടെ ഫോൺ നമ്പർ സഹിതം കൊടുത്തിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. ഈ 3 ദിവസമായിട്ട് പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ നിയമപരമായുള്ള
മറ്റ് ലീഗൽ ആക്ഷൻ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. എന്തായാലും ശരി, ആ സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ ഇവര് ആ, നിയമപരമായി നേരിടും എന്നുള്ളതിന് ഒരു ഒരു ഉറപ്പായിട്ടും. അപ്പൊ അവര് പറയുന്ന അവരുടെ ഈ തെളിവുണ്ടെന്ന്. അവരുടെ ഈ തെളിവുണ്ടെങ്കിൽ അവര് മീഡിയക്ക് അല്ലെങ്കിൽ കൊടുക്കേണ്ടടുത്ത് കൊടുത്തത് എന്തുകൊണ്ട് പ്രൂവ് ചെയ്യുന്നില്ല? ഇവരും പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ തെളിവുണ്ടെന്ന്. അപ്പൊ അവര് വീഡിയോ എടുത്തതും തെറ്റ്. അങ്ങനെ ഒരു ഒരു ഇതില് വീഡിയോ എടുത്ത് ഒരു യൂട്യൂബറെ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നമ്മൾ കാണിക്കുന്ന ഒരു സംരക്ഷണം കൊടുക്കുന്ന, ആരോരും ഇല്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അവരെ വെച്ച് ഒരു വിലപേശൽ നടത്താനും ഒരു റീച്ച് ഉണ്ടാക്കുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള പ്രശ്നം ഏത് രീതിയിലേക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് സത്യങ്ങളും നമുക്ക് എന്താണെന്ന് ഇപ്പോൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു അപവാദം പറഞ്ഞു, അതിനൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവർ കൊടുക്കുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങളെല്ലാം പോലീസോ കോടതിയോ ഒക്കെ ഇടപെട്ട് വേണം അതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാകുക. വിദ്യയാണെന്ന് പറഞ്ഞു ഇവർ അത് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കുടുംബ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല. അവർ കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് അതായത് ഇവിടെ നിന്ന് ഈ പിന്നെ ജീവമാത കാരുണ്യ ഭവനിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതിന്റെ പേരിൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവര് ഇവ ഇവർക്ക് എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേസുകൾ കൊടുക്കുന്നുണ്ട്. പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നിജസ്ഥിതി അന്നത്തെ നമുക്ക് ലഭ്യമല്ല. അച്ഛനും അച്ഛന്റെ അമ്മയുടെ കാര്യം ഓൺലൈനിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തനംതിട്ട CWC ആയിട്ട് ബന്ധപ്പെട്ടാൽ അവർ അച്ഛൻ എഴുതി കൊടുത്തത് ഉൾപ്പെടെ അവിടെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ കണ്ടിട്ട് വേണ്ട ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇടാനും അതിനകത്ത് കമന്റ് ഇടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഉണ്ട്. അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ സ്ത്രീയുടെ ഈ പോസ്റ്റ് കണ്ടുകൊണ്ട് അടുത്തൊരു യൂട്യൂബർ അതിനകത്ത് കയറി ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്റെ കല്യാണ വീഡിയോ ഉൾപ്പെടെ. അപ്പൊ അതിന്റെ ആ കല്യാണം നടന്നത് ഇവരുടെ ഒരു താല്പര്യപ്രകാരമൊന്നും അല്ല നടന്നെന്നാണ് നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നത്. ആ മകനും ഈ അനാമികയും കൂടെ ചേർന്നാണ് ആ കല്യാണം നടത്തിയത്. ഇവരെ സംബന്ധിച്ച് നമുക്കും അറിയാം, അവരത്ര വലിയ പ്രായം ചെന്ന സ്ത്രീയൊന്നും അല്ല. അവർക്കൊരു തുണയാകുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അവർ ചെയ്തത്. അവർ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തിരുന്നത്. അതിനെയൊക്കെ വിമർശിക്കാനും ഒക്കെ പോകുന്നെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ആ ഒരു വീഡിയോ. ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് 1 മണിക്കൂർ സ്പേസ് എടുത്തിട്ട് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കുറച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്നുള്ളത് പുറത്തു വന്നാലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പല സ്പോൺസർമാരും പിന്മാറുന്നു. പല സ്പോൺസർമാരുമാണ് ഈ ഇതിനെതിരെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത്. സ്പോൺസർമാരില്ലെങ്കിൽ ഇതുപോലൊരു സ്ഥാപനം നിലനിന്ന് പോയില്ല എന്ന് നമുക്കറിയാം. ഓരോരുത്തരുടെയും മനസ്സാണ് ഇങ്ങനെയുള്ള ഈ അനാഥരായവർക്ക് വേണ്ടിയുള്ള തുണയെന്ന് പറയുന്നത് സാമ്പത്തികം ഉള്ളവരുടെ മനസ്സാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്. ഇതിന് CWC എന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന് വേറെ ഒരു ആനുകൂല്യം ഇവര് കൈപ്പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഈ ആ ഒരു രീതിയിലൊന്നും, പിന്നെ ഇതിന്റെ എല്ലാം അംഗീകാരം അവർക്കുണ്ട്. ഇവരുടെ എല്ലാം ഗവൺമെന്റിന്റെ അംഗീകാരം എടുത്തിട്ടാണ് ഈ ചാരിറ്റി ചെയ്യുന്നത് അവര്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിലൊന്നും പേടിക്കണം. ഇനി ഈ സ്ത്രീകളുടെ സന്ധ്യ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ചില കാര്യങ്ങൾ നിജസ്ഥിതി വെളിപ്പെടുത്തിയാലേ ഈ ഒരു സ്ഥാപനത്തിന് നാളെയോട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു കുടുംബത്തിന് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ മീഡിയ ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഈ അനാമിക എന്റെ മോനെ കണ്ടുപിടിക്കുന്നത് ഞാൻ സന്ധ്യ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. സന്ധ്യ 18 വയസ്സായിട്ടാണ് സന്ധ്യ ഞാൻ വിവാഹം കഴിച്ചു. ശരിയാണ്. ഈ സ്ത്രീ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം വന്നതാണ്. അവിടുത്തെ ഒരു സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ 18 വയസ്സായപ്പോൾ ഇവർ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തതായിട്ട് പറയുന്നു. അപ്പൊ ഏതായാലും ശരി, അവരുടെ മകനെ കൊണ്ട് കിട്ടിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ വളരെ മോശമായ രീതിയിലാണ്. കൊച്ചിന് നേരത്തെ ഗർഭമായതുകൊണ്ട് പോക്സോ കേസിൽ പെടാതിരിക്കുക, 18 വയസ്സായില്ല, അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനാണ് മോനെ കൊണ്ട് കെട്ടിച്ചതെന്ന് വരെ ഉള്ള ചിത്രീകരണങ്ങളായി. എന്തു ആയിക്കോട്ടെ. അതുപോലെ തന്നെ പ്രീമച്ചുവർ ഇതാണെങ്കിൽ ഡെലിവറി ആയിക്കഴിഞ്ഞാല് 4 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിടുവോ? ഇവര് ഒരു ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടാണ് ഓരോരുത്തരും ഇപ്പൊ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനകത്തിന് നന്മ പറയുന്നവരൊന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നന്മയുള്ളതുകൊണ്ട് കുറച്ച് തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് തന്നെ നാട്ടുകാർക്കൊന്നും അതിനകത്ത് ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. അവര് വളരെ നല്ല രീതിയിൽ ആ കുട്ടിയെ ഒരു അനാഥ കുട്ടിയാണ്, അനാഥ കുട്ടി എന്നല്ല, ഉപേക്ഷിച്ചാണ്, നമ്മൾ അച്ഛനെ ഉപേക്ഷിച്ചതായിട്ടാണ് കണ്ട പറയുന്നത്.
അപ്പം ഇവരുടെ എല്ലാം കൺസെന്റ് പലരുടെയും വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇവർ ഈ കുട്ടികളെ കൂടെ ഏറ്റെടുക്കുന്നതൊക്കെ. അല്ല ചുമ്മാ വിളിച്ചു വഴിയെ കാണുന്ന പിള്ളേരെ ലീഗലി ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ്. ഇവർക്ക് എല്ലാ ഡോക്യുമെന്റും ആ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ തകർക്കുവാൻ പലരും മുന്നിട്ടിറങ്ങുന്ന ഒരു കാലം കൂടിയാണ്. പിന്നെ സത്യാവസ്ഥ എന്തായാലും ശരി, അവിടെ ഈ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുക അല്ലെങ്കിൽ മറ്റുള്ള പരിപാടി അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശവുമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ചെയർമാന് സമ്മതമായി എന്ന് അറിയിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ മോനോട് ഈ കാര്യം പറയുന്നത്. അപ്പൊ അവർക്ക് 18 വയസ്സാവാൻ കാത്തിരുന്നതല്ല. ഞാനിപ്പോൾ ചെയർമാൻ എന്റെ അടുത്ത് പറയുക CWC ചെയർമാൻ പറഞ്ഞു വിഭാഗത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും അനാമിക എന്റെ മരുമകളാകത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇത് അവരുടെ മകന്റെ വിവാഹം അനാമികയ്ക്ക് കിട്ടിയതിന്റെ കുറെ ക്ലാരിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. CWCയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞത്. എന്തായാലും ശരി, അത് നല്ലൊരു കാര്യമാണ്. ഇതിന് ഈ അപവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇത് ഫിറോസ് കുന്നംപറമ്പിൽ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കി എത്രയോ പേർക്ക് തുണയായി. അവസാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലേബലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെല്ലാം അപവാദമായി. ഇപ്പൊ ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഒരൊറ്റ പോസ്റ്റ് പോലും കാണുന്നില്ല. പുള്ളി പരിപാടി നിർത്തിപ്പോയിക്കാണ്. കാര്യം എത്രയോ പേർക്ക് ഇതായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫിറോസ് കുന്നംപറമ്പിൽ. അതേ രീതിയിലേക്ക് ഇവരെയും എത്തിക്കാനുള്ള ശ്രമമാണ് ചിലരുടെ എന്ന് ചിലപ്പോൾ തോന്നും. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥാനത്തിൽ നിന്ന് ഒരു പെണ്ണിനെ നമ്മൾ എടുക്കുമ്പോൾ ഈ സ്ഥാനത്തിൽ വളർന്നു അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവർക്ക് പോകാൻ ഒരു ഇടമില്ല. 18 വയസ്സ് കെട്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചുകൂടായിരുന്നോ? 14 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ പോരായിരുന്നോ എന്ന് പറയുന്നത് ഞാൻ പറയാം. ഇതിപ്പം നമ്മളാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവരുടെ മകൻ വിഷ്ണു അനാമികയെ കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ നിയമപരമായുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. എന്തായാലും ശരി, ഇതിനൊരു അറുതി വരുത്തണമാണ്. കാര്യം നമ്മളിപ്പോ ഈ നാട്ടുകാർ തമ്മിൽ തല്ലിച്ചിട്ട് അവിടെ കഴിയുന്ന കുട്ടികളെ ഈ അവർ ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറാകാത്തവരാണ് ഈ അപവാദങ്ങൾ പറയാൻ മുന്നിട്ടിറങ്ങുന്നത്. അതുപോലെ പ്രായമായ അച്ഛനമ്മമാരവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളരുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.